മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പബ്ലിക് സ്ക്വയർ പരാതി പരിഹാര അദാലത്തിന് വൻ സ്വീകാര്യത. എറണാകുളം ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കൊങ്ങാർപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അദാലത്തിൽ 112 പരാതികളാണ് തീർപ്പ് കൽപ്പിച്ചത്. നൂറുകണക്കിനു പേരായിരുന്നു പരാതി പരിഹാരത്തിനായി പബ്ലിക് സ്ക്വയറിലേക്ക് എത്തിയത്. പട്ടയ പ്രശ്നങ്ങൾ, ഭൂമി തരം മാറ്റം, മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനു വേണ്ട അപേക്ഷകൾ, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവിധ പരാതികൾ എന്നിവയായിരുന്നു അധികവും. മണ്ഡലത്തിലെ മൂന്നാമത്തെ പബ്ലിക് സ്ക്വയർ ആയിരുന്നു ആലങ്ങാട് നടന്നത്. നേരത്തെ നമ്മൾ ഒന്നാമത്തെ വാർഷികത്തിന്റെ ഭാഗമായി പബ്ലിക് സ്ക്വയർ നടത്തുകയുണ്ടായി. അതാത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് ജനങ്ങളുടെ പരാതികൾ സ്വീകരിച്ച് അത് പരിഹരിക്കാനുള്ള ശ്രമവും, ഒപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുക, ഇതാണ് പബ്ലിക് സ്ക്വയർ ഒന്നാം ഘട്ടം ഉണ്ടായത്. ഇപ്പോഴത്തെ പബ്ലിക് സ്ക്വയറിൽ കുറേ കൂടി മുതിർന്ന ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുക്കുന്നുണ്ട്. നല്ല രീതിയിലാണ് ഓരോ പഞ്ചായത്തിലും പരാതികൾ പരിഹരിക്കാൻ കഴിയുന്നത്. ആകെ ലഭിച്ച 190 പരാതികളിൽ 112 എണ്ണവും തീർപ്പാക്കി. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു. പക്ഷേ ലോൺ കൃത്യമായിട്ട് അടച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ടായില്ല. പലിശ മാത്രമാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത്. മന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കുറച്ച് എമൗണ്ട് എങ്കിലും അടച്ചു തീർക്കണമെന്ന് പറഞ്ഞു. അതുപോലെ റിസ്ക് ഫണ്ടിന് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറക്കി വിടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലഭിച്ച 44 പരാതികൾ ഉൾപ്പെടെയുള്ളവ റിപ്പോർട്ടിനും തുടർ നടപടികൾക്കും മറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി. മന്ത്രിക്കു പുറമെ ജില്ലാ കളക്ടർ NSK ഉമേഷ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും അദാലത്തിന്റെ ഭാഗമായി. കൈരളി ന്യൂസ്, കൊച്ചി.